അടിത്തട്ടിലൂടെ നിശബ്ദമായി സഞ്ചരിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിന് സമീപം എത്തുന്ന ഒരു ആണവ ശക്തിയുള്ള അണ്ടർ വാട്ടർ വാഹനം. അതിനെ തടയാൻ ശത്രുവിന് എത്ര സമയം ലഭിക്കും? പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾ ആകാശപാതയിലൂടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ റഷ്യ വികസിപ്പിക്കുന്ന പോസിഡോൺ മറ്റൊരു വഴിയാണ് തിരയുന്നത്, സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിലൂടെ. ഈ അസാധാരണ ആയുധത്തെ വഹിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്രൊജക്ട് 09-851 ഖബറോവ്സ്ക് ഇപ്പോൾ ആദ്യ ഫാക്ടറി കടൽ പരീക്ഷണങ്ങൾക്കായി പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 10,000 ടൺ ഭാരമുള്ള ഈ ആണവോർജ അന്തർവാഹിനി യഥാർത്ഥത്തിൽ ഒരു സാധാരണ അന്തർവാഹിനിയല്ല. റഷ്യയുടെ ഏറ്റവും രഹസ്യവും വിവാദപരവുമായ തന്ത്രപ്രധാന ആയുധ പദ്ധതികളിലൊന്നായ പോസിഡോണിന്റെ കടലിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രത്യേക പ്ലാറ്റ്ഫോമാണ്. ഖബറോവ്സ്കിന്റെ കടൽ പരീക്ഷണം വിജയകരമാകുന്നുവെങ്കിൽ റഷ്യയുടെ ആണവ പ്രതിരോധ തന്ത്രത്തിൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടും. ആകാശത്തു നിന്നല്ല, കടലിന്റെ അടിത്തട്ടിൽ നിന്ന് എത്തുന്ന ആണവ ഭീഷണിയുടെ വാതിൽ. 2025 വിക്ഷേപിച്ചതിനു ശേഷം ഖബറോവ്സ്കിന്റെ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഫാക്ടറി കടൽ പരീക്ഷണം. 2026 ഓഗസ്റ്റിൽ അന്തർവാഹിനി കടലിലേക്ക് പുറപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഒരു യുദ്ധക്കപ്പൽ കടലിൽ ഇറങ്ങുന്നത് മാത്രം അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നില്ല. ഖബറോവ്സ്കിന്റെ യഥാർത്ഥ പ്രാധാന്യം അത് വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പോസിഡോൺ വാഹനങ്ങളിലാണ്. ഖബറോവ്സ്കിന്റെ പിന്നിലെ കഥയും അതിന്റെ ദൗത്യത്തെ പോലെ തന്നെ ഏറെ കൗതുകകരമാണ്. 2014 പ്രൊജക്ട് 09-851 എന്ന രഹസ്യ പദ്ധതിയുടെ ഭാഗമായി റഷ്യയിലെ സെമാവഷ് കപ്പൽശാലയിൽ കീൽ സ്ഥാപിച്ചപ്പോഴാണ് ഈ അന്തർവാഹിനിയുടെ യാത്ര ആരംഭിച്ചത്. റൂബിൻ സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് ഇതിന്റെ രൂപകൽപ്പനയ്ക്ക് പിന്നിൽ. എന്നാൽ നിർമ്മാണം പ്രതീക്ഷിച്ചിലും ഏറെ നീണ്ടു. പല വർഷങ്ങളായി പദ്ധതിയെ ചുറ്റിപ്പറ്റി രഹസ്യാത്മകത നിലനിൽക്കുന്നതിനാൽ കപ്പലിലെ യഥാർത്ഥ രൂപകൽപ്പന, ശേഷികൾ, പ്രവർത്തന രീതി എന്നിവയെക്കുറിച്ച് പൊതുവായി ലഭ്യമായ വിവരങ്ങൾ പരിമിതമാണ്. ഒടുവിൽ 2025 വിക്ഷേപിക്കപ്പെട്ടതോടെ റഷ്യയുടെ പ്രത്യേക ദൗത്യ അന്തർവാഹിനി പദ്ധതിയിൽ ഖബറോവ്സ്ക് ഒരു വ്യക്തമായ രൂപം കൈവരിച്ചു. ഏകദേശം 10,000 ടൺ സ്ഥാനചലനമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഖബറോവ്സ്കിന്റെ നീളം സംബന്ധിച്ച കണക്കുകൾ ഏകദേശം 113 മുതൽ 140 മീറ്റർ വരെയാണ്. വ്യക്തമായ സാങ്കേതിക വിവരങ്ങൾ റഷ്യ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ലഭ്യമായ വിലയിരുത്തലുകൾ പ്രകാരം ആണവ പ്രൊപ്പൽഷനും പമ്പ് ജെറ്റ് പ്രൊപ്പൽഷനും ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. പരമാവധി വേഗത 30 മുതൽ 32 നോട്ട് വരെ എത്തുമെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഖബറോവ്സ്കിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ വേഗതയിലോ വലിപ്പത്തിലോ അല്ല, അതിന്റെ ദൗത്യത്തിലാണ്. അമേരിക്കൻ നേവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിലയിരുത്തലുകൾ പ്രകാരം ഖബറോവ്സ്കിന് 6 പോസിഡോൺ അണ്ടർ വാട്ടർ വാഹനങ്ങൾ വരെ വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിനെ മറ്റ് റഷ്യൻ ആണവ അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. പോസിഡോൺ ദൗത്യത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോമാണ് ഖബറോവ്സ്ക്. മുൻപ് പോസിഡോണുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ബെൽഗോറോഡ് ഒരു പരിഷ്കരിച്ച ഓസ്കാർ 2 ക്ലാസ് അന്തർവാഹിനിയാണ്. എന്നാൽ ഖബറോവ്സ്കിന്റെ രൂപകൽപ്പന തന്നെ പോസിഡോണിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോസിഡോൺ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ ഖബറോവ്സ്കിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. എന്നാൽ എന്താണ് ഈ പോസിഡോൺ? റഷ്യൻ സൈനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കൗതുകകരവും ആശങ്കയും സൃഷ്ടിച്ച ആയുധ സംവിധാനങ്ങളിൽ ഒന്നാണ് ഇത്. പൊതുവെ ന്യൂക്ലിയർ ടോർപിഡോ എന്ന് വിളിക്കപ്പെടുന്ന പോസിഡോൺ പരമ്പരാഗത ടോർപിഡോയുമായി യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്യാനാകാത്തത്ര വലുതും ദീർഘദൂര ശേഷിയുമുള്ള ആണവ ശക്തിയിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അണ്ടർ വാട്ടർ വാഹനമായാണ് റഷ്യ അവകാശപ്പെടുന്നത്. ഒരു സാധാരണ ടോർപിഡോ കുറച്ചു ദൂരം സഞ്ചരിച്ച് ലക്ഷ്യത്തെ ആക്രമിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ പോസിഡോണിന്റെ ആശയം അതിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ദീർഘദൂരം, വലിയ ആഴം, ദീർഘകാല അണ്ടർ വാട്ടർ യാത്ര, സ്വയംഭരണ പ്രവർത്തനം എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. അമേരിക്കൻ റിസർച്ച് സർവീസ് ഉദ്ധരിക്കുന്ന റഷ്യൻ അവകാശവാദങ്ങൾ പ്രകാരം പോസിഡോണിന് മണിക്കൂറിൽ 100 നോട്ട് വരെ വേഗത കൈവരിക്കാനും ഏകദേശം 1000 മീറ്റർ ആഴത്തിൽ സഞ്ചരിക്കാനും 10,000 കിലോമീറ്റർ വരെ ദൂരപരിധി കൈവരിക്കാനും കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ കണക്കുകൾ പ്രധാനമായും റഷ്യൻ അവകാശവാദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. അവയുടെ യഥാർത്ഥ പ്രവർത്തനക്ഷമത സ്വതന്ത്രമായി പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോസിഡോണിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളിൽ അവകാശപ്പെടുന്ന ശേഷികളും യഥാർത്ഥത്തിൽ തെളിയിച്ച ശേഷികളും തമ്മിൽ വ്യക്തമായ വ്യത്യാസം സൂക്ഷിക്കേണ്ടതുണ്ട്. പോസിഡോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ആണവ പ്രൊപ്പൽഷനാണ്. ഒരു സാധാരണ അണ്ടർ വാട്ടർ ഡ്രോണിന് പരിമിതമായ ബാറ്ററി ശേഷിയോ ഇന്ധനശേഷിയോ ഉണ്ടായിരിക്കും. എന്നാൽ ആണവ പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്ന ഒരു വലിയ അണ്ടർ വാട്ടർ വാഹനത്തിന് വളരെ ദീർഘദൂരവും ദീർഘകാലവുമായ പ്രവർത്തനം സാധ്യമാക്കുമെന്നാണ് സങ്കല്പം. അതിന്റെ ഫലമായി പരമ്പരാഗത അന്തർവാഹിനി ടോർപിഡോകളിൽ നിന്നും മറ്റു അണ്ടർ വാട്ടർ ഡ്രോണുകളിൽ നിന്നും പോസിഡോൺ തികച്ചും വ്യത്യസ്തമായ ഒരു വിഭാഗത്തിലേക്ക് മാറുന്നു. അതിനാൽ പോസിഡോണിന്റെ ആശയം റഷ്യയുടെ ആണവ പ്രതിരോധ തന്ത്രത്തിൽ മറ്റൊരു വഴിയുള്ള ആണവ വിതരണ സംവിധാനം സൃഷ്ടിക്കുകയാണ്.
ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പാതയ്ക്ക് പകരം സമുദ്രപാത ഉപയോഗിച്ച് ഒരു ലക്ഷ്യത്തെ സമീപിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. തീരദേശ നഗരങ്ങളോ പ്രധാന നാവിക കേന്ദ്രങ്ങളോ മറ്റു തന്ത്രപ്രധാന ലക്ഷ്യങ്ങളോ ഇതിന്റെ സാധ്യതയുള്ള ലക്ഷ്യങ്ങളെ വിശകലനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോസിഡോൺ ആണവ പോർമുന വഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന റഷ്യൻ പദ്ധതിയാണ് ഇതിന് കൂടുതൽ ഗൗരവം നൽകുന്നത്. റഷ്യക്ക് ഇത് മറ്റൊരു തന്ത്രപരമായ നേട്ടവും നൽകാൻ കഴിയും. പോസിഡോൺ പോലുള്ള വാഹനം മാതൃ അന്തർവാഹിനിയിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാൽ വിക്ഷേപണത്തിന് ശേഷം ഖബറോവ്സ്കിന് നേരിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിലൂടെ മാതൃ അന്തർവാഹിനിയുടെ അതിജീവന സാധ്യത വർദ്ധിപ്പിക്കാമെന്ന സൈനിക വിലയിരുത്തലുകളും ഉണ്ടാകാം. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും വലിയ പരിധിവരെ സാങ്കേതിക അവകാശവാദങ്ങളെയും ലഭ്യമായ പരിമിതമായ വിവരങ്ങളെയും ആശ്രയിച്ചിട്ടുള്ള വിലയിരുത്തലുകളാണ്. ഖബറോവ്സ്കിന്റെ ഇപ്പോഴത്തെ കടൽ പരീക്ഷണം അതിനാൽ തന്നെ ശ്രദ്ധേയമാണ്. അതേസമയം പോസിഡോണിനെ ചുറ്റിപ്പറ്റിയുള്ള റഷ്യൻ അവകാശവാദങ്ങളെ അതേപടി യാഥാർത്ഥ്യമായി സ്വീകരിക്കേണ്ടതില്ല. 100 നോട്ട് വേഗത, 1000 മീറ്റർ ആഴം, 10,000 കിലോമീറ്റർ ദൂരപരിധി തുടങ്ങിയ കണക്കുകൾ ഏറെ ശ്രദ്ധേയമാണെങ്കിലും അവയുടെ മുഴുവൻ പ്രവർത്തനക്ഷമത പൊതുവായി സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ ഖബറോവ്സ്ക് ഭാവിയിൽ റഷ്യൻ നാവികസേനയിൽ ചേരുകയും പോസിഡോൺ സംവിധാനങ്ങൾ അതിനൊപ്പം പ്രവർത്തനക്ഷമമാവുകയും ചെയ്താൽ ആണവ പ്രതിരോധത്തിന്റെ ഭൂപടത്തിൽ മറ്റൊരു അദൃശ്യപാത കൂടി രൂപപ്പെടും. ആകാശത്തിലൂടെ പറക്കുന്ന മിസൈലുകൾക്കൊപ്പം സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിലൂടെ നിശബ്ദമായി സഞ്ചരിക്കുന്ന ആണവ ഭീഷണിയുടെ പാത. അതുകൊണ്ട് തന്നെ ഖബറോവ്സ്കിന്റെ ഇപ്പോഴത്തെ കടൽ പരീക്ഷണം ശ്രദ്ധിക്കേണ്ടത് ഒരു കപ്പലിന്റെ പരീക്ഷണമെന്ന നിലയിൽ മാത്രമല്ല, റഷ്യ ഭാവിയിലെ ആണവ യുദ്ധതന്ത്രത്തെ എങ്ങോട്ടാണ് നീക്കുന്നത് എന്നതിന്റെ ഒരു പ്രധാന സൂചനയായിട്ടാണ്.